പിന്നെ അത് മാത്രമല്ല, ഈ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്നെ പറയാൻ ഒരുപാടുണ്ട്. അതൊക്കെ പരസ്യമാണ്, രഹസ്യമല്ല. 50 പെൺകുട്ടികളെ 50 പെൺകുട്ടികൾ ഇന്നും ഭർത്താക്കന്മാരെ കൂടെ വളരെ സന്തോഷത്തോടെ കഴിയുന്നുണ്ട്. അത് അല്ലാഹു നമുക്ക് തന്നൊരു നിഅമത്താണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഗർഭിണിയായ പെണ്ണ് എന്റെ അടുത്ത് വന്നിട്ട്, തങ്ങൾ പാപ്പക്ക് സുഖമല്ലേ ചോദിച്ചു. സുഖമാണ് എന്നോട് പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ് 5 മാസം. അപ്പൊ ഞാൻ വിചാരിച്ചു ചികിത്സക്ക് വന്ന ആരെങ്കിലും ആയിരിക്കും. എന്നോട് പറയാ, എനിക്ക് ആരുമില്ല, ഈ വീട്ടിന്റെ മുറ്റത്ത് വെച്ചിട്ടാണ് എന്റെ നിക്കാഹ് നടന്നത്. ഞാൻ ഗർഭിണിയാണ്, സന്തോഷ തങ്ങളെ സന്തോഷം പറയാൻ വേണ്ടി നിലത്ത് വന്നതാണ്. അത് കേട്ടപ്പോ വല്ലാത്ത എന്നോട് പറയാ, എപ്പോഴും ദ്വാണ്ടാവും. ആ കുട്ടി പറ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ജനിച്ചാലും ഇമ്മാക്ക് സ്വർണം തന്ന് പാപ്പാനെ സമ്മാനിച്ച തങ്ങൾ പാപ്പാട് മക്കളോട് പറഞ്ഞു ദ്വാരിക്കും. ഞാൻ പറഞ്ഞു, എനിക്കല്ല ദ്വാരിക്കണ്ടേ, നൂറെ ഹബീബിന്റെ മുത്തമണികളോട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് വീട് നമ്മൾ വെച്ചു കൊടുത്ത് കോടികൾ ചെലവഴിച്ചിട്ട് ഭർത്താക്കന്മാര് കൂടെ കിടക്കുമ്പോ അറ്റാക്ക് വന്നിട്ടും അപകടത്തിലൊക്കെ മരിച്ചുപോയ പാവപ്പെട്ട ചെറിയ പൈത മക്കള്. മണലടി, എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ നാടാണ് മണലടി. ആ മണലിൽ നിന്ന് മഹല്ല് കമ്മിറ്റി വന്നു. വളരെ സങ്കടത്തോടെ 2 വർഷമായി തോന്നുന്നു. ഭാര്യയും ഭർത്താവും കടന്നുറങ്ങാൻ, ഭാര്യ 5 മാസം ഗർഭിണിയാണ്. പെട്ടെന്ന് അറ്റാക്ക് വന്ന ഒരു ഭാഗം തളർന്ന് ആശുപത്രി കൊണ്ടുപോയി 2 ദിവസം കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇരിക്കാൻ പെരല്ല. ആ കമ്മിറ്റി ഇവിടെ വന്നത്. നമ്മൾ വീട് വെച്ചു കൊടുത്തു, സ്ഥലം വാങ്ങിക്കൊടുത്തു. സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുത്തു. എന്റെ നാടിന്റെ അടുത്താണ് അബ്ബാസ്. മക്കൾക്ക് വേണ്ടി മഹേഷത്തിന് വേണ്ടി പോയി. അങ്ങനെ ഒരു അപകടത്തിൽ വിട്ട് മരണപ്പെട്ടു. വീടില് കോട്ടോപ്പാടം എന്റെ അടുത്താണ്. മക്കൾക്ക് വേണ്ടി മഹേഷത്തിന് വേണ്ടി ഭർത്താവ് ജോലിക്ക് പോയി. തിരിച്ചു വരുമ്പോ ഒരു വണ്ടി അപകടത്തിൽ മരണപ്പെട്ടു. 3 പിഞ്ചു മക്കൾ, 20. അങ്ങനെ എണ്ണിയാ തീരാത്ത, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20-ൽ കൂടുതൽ വീടുകൾ. അതും അതിമനോഹരമായ 3-4 ബെഡ്റൂമുള്ള 1000-ന്റെ എന്റെ പെണ്ണുകൾ വലിപ്പുണ്ടാവും. അതിമനോഹരമായ നല്ല ടൈലൊക്കെ പൊട്ടിച്ച് അതിമനോഹരമായ വീടുകൾ നമ്മൾ കയറ്റിക്കൊടുത്തു. ഒരു പെണ്ണ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു അനുഭവം, അല്ലാഹു അനുഭവം നമുക്ക് തരാതിരിക്കട്ടെ, ദ്വാരിക്കണം. ഒരു പെണ്ണ് വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് 4 പെൺകുട്ടികളാണ്. 4 പെൺകുട്ടികളാണ്. എന്റെ മൂത്ത കുട്ടിക്ക് 26 വയസ്സ് കഴിഞ്ഞു. വീടില്ല. നാട്ടിലൊക്കെപ്പാടെ കൂടി ചെറിയൊരു വീട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. എന്റെ കുട്ടി 26 വയസ്സ് കഴിഞ്ഞു. അവളെ സ്വഭാവം ഇപ്പൊ മോശമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവളെ ചീത്ത പറയുമ്പോ അവള് പറയിച്ചേ, എന്നാണ് കെട്ടിച്ചു വിടിയെന്ന്, ഞങ്ങളുടെ കെട്ടിച്ചു വിടി. അങ്ങനെ കല്യാണം ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഒരു കമ്മല് കൊടുക്കാൻ ഗതില്ല. ഇങ്ങനെ ഇവര് ഒരു മുതലാളിനെ കാണാൻ തീരുമാനിച്ചു. ആ മുതലാളിന്റെ അടുത്ത് പോയി മുതലാളിയോട് പറഞ്ഞു, എന്റെ മൂത്ത കുട്ടിക്ക് 26, മറ്റുള്ള മക്കൾ 24, 22 വയസ്സായ മക്കൾക്ക് കല്യാണം വരുന്നുണ്ട്, കെട്ടിക്കാൻ ഒരു ഗതിയില്ല. അപ്പൊ മുതലാളി പറഞ്ഞു, ഞാൻ എന്റെ കുട്ടികളെ കെട്ടിക്കാം, നീ എന്റെ കൂടെ കാറിൽ കയറി കോഴിക്കോട് കറങ്ങാൻ വരണം. അല്ലാഹു കാത്തിരക്ഷട്ടെ. ഇസ്സത്ത് പണയം വെക്കേണ്ട ഒരവസ്ഥ തരാതിരിക്കട്ടെ. ഒരാളും മുന്നിൽ ചെന്നിട്ട് എന്റെ മക്കൾ എത്തിയുമാ, എന്റെ മക്കൾക്കൊരു ഗതിയില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കണം അല്ലേ, പറയേണ്ട ഒരു അവസ്ഥ തരാതിരിക്കട്ടെ. അങ്ങനെ പെങ്ങൾ കരഞ്ഞിട്ട് ഇങ്ങനെ വരിക. അത് വരുന്ന സമയത്ത് ഒരു ഉമ്മണ്ടെത്തര അടുത്ത വീട്ടില് പുറത്തിങ്ങനെ ഇരിക്കുന്നത്. എന്താ മോളെ ഇങ്ങനെ സങ്കടപ്പെട്ട് വരുന്നത്? അപ്പൊ ഈ അവിടെയുള്ള അനുഭവം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ തന്നെ ഫർദിട്ടിട്ട് പറഞ്ഞു, അവിടെ നിക്ക്, ഒരു കുട്ടിന്റെ മേലെ കൊടുക്കാറ്, നമുക്ക് അവിടെ പോകാം.
കുട്ടിയോട് അപ്പൊ പറഞ്ഞു ഇങ്ങനത്തെ അനുഭവല്ലേ എന്റെ കുട്ടികളെ കെട്ടിക്കണ്ട കൊടുക്കും ഞാൻ. കാരണം ഒരു കമ്മലില്ലേ, നമ്മളൊരു കമ്മല് കൊടുക്കാൻ പോലും ഗതിയില്ല. അങ്ങനെ ഉമ്മ ഈ വീടിന്റെ മുറ്റത്ത് വന്നു പറഞ്ഞു, മോനെ കുട്ടികളെ ഏറ്റെടുക്കണം, കെട്ടിച്ചു കൊടുക്കണം. അന്ന് മുതലാണ് നൂറെ ഹബീബ് ഇങ്ങനെ പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാൻ തീരുമാനിച്ചു. അല്ലാഹു അതിന്റെയൊക്കെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകട്ടെ കേട്ടോ. അന്ന് മുതൽ ഇന്ന് വരെ 50 കുട്ടികൾ. ഒരു കുട്ടിനെ കെട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, ഒരു പവന് സ്വർണം നമ്മൾക്ക് കടയിൽ നിന്ന് കിട്ടണമെങ്കിൽ 60,000 രൂപ കൊടുക്കണം. ഇച്ചരെ 70 പേടിപ്പിച്ചല്ലേ? അപ്പോ പേടിപ്പിച്ചല്ലേ? അപ്പൊ ഈ മക്കൾക്ക് 4 പവനെങ്കിലും കൊടുക്കണം. അപ്പോ ഇൻഷാ അല്ലാഹ് ഇതിന്റെ മുന്നൊക്കെ നമ്മൾ മക്കളെ കെട്ടിച്ചു. എന്നാൽ ഒരു സ്ഥലത്ത് പോയിട്ടും ഒരു 10 പൈസ പിരിച്ചിട്ടില്ല. ഇന്ന് ഞാനൊരു പിരിവിന് ഒരാള് വിളിച്ചു പറഞ്ഞാൽ എന്റെ പെരന്റെ ഉള്ളിക്ക് ഇഷ്ടം പോലെ പൈസ എത്തും. ഓലിക്കറിയാം കിട്ടുന്ന പൈസ ചെലവാക്കും. ഇപ്പൊ നമ്മൾ കുട്ടികളൊക്കെ കെട്ടിച്ചു, വീടൊക്കെ വെച്ചു. അപ്പൊ ഞാനൊരു ദിവസം ഒരു 6 മാസമായി ഞാൻ എന്റെ പൈസ ഒക്കെ ബാഗിൽ നോക്കിയപ്പോ എത്തിമക്കൾ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോ 1,80,00,000 റുപ്യ ബാക്കിയുണ്ടായിരുന്നു. ഒക്കെ അറിയോ? നൂറെ ഹബീബിനെ മുത്തമ്മനൊക്കെ അറിയോ? ഞാൻ ഇത് പൈസ ആരും ചോദിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്റെ അക്കൗണ്ടിൽ അങ്ങനെ ഇട്ട് വെച്ചു. ഇതിപ്പോ എന്താ കാറ്റാണ്. അപ്പോഴാണ് ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞത്, മോനെ നിന്റെ മക്കൾ എത്തിയമാണ്, ചെറിയ കുട്ടികളാണ്, വാപ്പല്ല, വാടക താമസിക്കുന്നത്, വീടൊന്നും വേണ്ട, ഒരു 4 സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ സ്ഥലം വാങ്ങിത്തന്ന നിങ്ങൾ വരുന്നു പറഞ്ഞു. അങ്ങനെ 3.5 ഏക്കർ സ്ഥലം ഈ പൈസ കൊണ്ട് എന്താക്കി നമ്മള് കുറച്ചതിൽ കൂട്ടിയിട്ട് 3.5 ഏക്കർ സ്ഥലം വാങ്ങി. നിങ്ങൾക്ക് അറിയോ കണ്ടിക്കുന്ന സ്ഥലം? കണ്ടിട്ടില്ല. 3.5 ഏക്കർ അതിമനോഹരമായ സ്ഥലം ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ വാങ്ങി. അതിന് നമ്മള് അഡ്മി മീറ്റൊക്കെ നടത്തി. ഇൻഷാ അല്ലാഹ് ഇനി കല്യാണം കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്ക് 4 സെന്റ് വെച്ച് വീതിച്ചു കൊടുക്കും. അതിപ്പോ പ്രശ്നമാണ്. 75 ആൾക്ക് ഇപ്പൊ സ്ഥലം കൊടുക്കാൻ പറ്റുള്ളൂ. 10,400 അപേക്ഷയും വന്നിക്കണം. എന്താ ചെയ്യാ? ഒരു രക്ഷയില്ല. എന്താ ചെയ്യേണ്ട അറിയില്ല. നോക്ക്. അപ്പോ ഇതൊക്കെ എന്റെ കൂടെ പറപ്പിങ്ങള്, എന്റെ അടിമന്മാരും പിന്നെ എനിക്ക് കിട്ടുന്നു. എന്റെ ഇതിനു വേണ്ടി ഒരുപാട് അയാൾ കഷ്ടപ്പെടുന്നുണ്ട്. ആ പൈസ അപ്പോ ഒരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടുന്നില്ല. പക്ഷേ നമ്മൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് വാരിക്കോരി തരും. അപ്പതാ ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, പോയോ സ്വർണം ചോദിക്കേണ്ട ആവശ്യമില്ല. ആളുകൾ വാരിക്കോരി കൊടുന്നേരാണ്, വാരിക്കോരി കൊടുന്നേരാണ്. ഓലിക്കറിയാം ഈ കിട്ടുന്ന മുതൽ എവിടെ പോകൂല. ഇൻഷാ അല്ലാഹ് ഡിസംബർ 29-ാം തീയതി നമ്മളെ മക്കളെ പോലും പറയും, എന്റെ അടിമമാരെ പറയും, അത് നമ്മളെ മക്കളാണ്. നമ്മളെ മക്കളെ ഇൻഷാ അല്ലാഹ് നമ്മള് അതിമനോഹരമായിട്ട് പുതിയാപ്പിളമാരെ ഏൽപ്പിക്കാൻ. അതിന്റെ മുമ്പ് ഇങ്ങനെ 20 കുട്ടികൾ ഉണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ? എന്റെ അടിമമാരൊക്കെ ഒരു ചിരിച്ചാണല്ലോ ഹൃദയത്തിലുണ്ടാവും, കുറച്ചോനെ കുട്ടികളുണ്ടോ? അപ്പോ 20 മക്കളുണ്ടോ, അതോ തങ്ങളെ പാപ്പ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആളുകൾക്ക് എന്തുണ്ടാവും. നൂറെ ഹബീബിന്റെ ആളുകൾക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ അടിമമാരൊക്കെ അവർക്കറിയാം തങ്ങൾ പാപ്പന്റെ ജീവിത ചരിത്രം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നവര് പുതിയന്മാര് അതാണ് മാസ്ക് ഇട്ടത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് കാണിക്കും. നമ്മളെ കൂടെ പറപ്പിങ്ങള് നിങ്ങളെ മുഖവിനെ മാസ്ക് ഇട്ടുകൊണ്ട് കാണൂലല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും സമാധാനം അല്ലാഹു നൽകട്ടെ. അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ജീവിതം ഇല്ലേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇല്ലേ? 5 പവൻ കിട്ടണേ ഇപ്പൊ എത്ര ഉറുപ്പ്യ വേണം? 4 പവന് എനിക്കറിയില്ല. ഇപ്പൊ 70 ഞാൻ ഞെട്ടിപ്പോയി.
ഇതൊക്കെ ഉണ്ടല്ലേ? എത്ര? അപ്പോ ഒരു കുട്ടിനെ കെട്ടിക്കപ്പോ എത്ര ചെലവ് വരും? സുമാറ് 4 പവനാണെങ്കിൽ 3 ലക്ഷം ഉറുപ്പിക തീരും ഒരാൾക്ക്. അല്ല, ഒരു കുട്ടിക്ക് 10 രൂപ, ഒരു പവന് 10 രൂപ.